ഒരു കാര്യം നമുക്ക് ഉറപ്പായി, എല്ലാ ചാനലുകാരും ചോദിച്ചു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാണെന്ന്. അപ്പോൾ ആരോടെ ചോദിച്ചാൽ UDF-നോട്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നുള്ളത് എല്ലാവരും ഉറപ്പിച്ചു. ബാക്കി കാര്യം ഞങ്ങൾ തീരുമാനിച്ചുകൊണ്ട്. പിന്നെ കഴിഞ്ഞ 10 കൊല്ലമായി നിങ്ങളൊന്ന് ആലോചിച്ച് കട്ടുമുടിച്ച് എല്ലാ അർത്ഥത്തിലും കേരളത്തിൻ്റെ സാമ്പത്തിക രംഗം നശിപ്പിച്ച ഒരു സർക്കാരാണ് പിണറായി സർക്കാർ എന്ന് നമ്മൾ മനസ്സിലാക്കണം. കമ്മ്യൂണിസ്റ്റാണ് പഴയ കമ്മ്യൂണിസ്റ്റുകാരനാണോ? ഒരു ദിവസം പമ്പയിൽ പോയി കണ്ട് ഗസ്റ്റ് ഹൗസ് കിടക്കാൻ മുഖ്യമന്ത്രിക്ക് കട്ടിലിന് വേണം 1,13,000 റുപ്യ. ഏത് കട്ടിലാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാൻ? ഒരു ദിവസത്തിന് കേരള ഗവൺമെൻറ് ഖജനാവിലെ പൈസയാണ്. ശബരിമല സ്വർണം മുഴുവൻ കട്ട് പിടിച്ചു. ആ കട്ട് പിടിച്ചതിന് ശേഷമാണ് അതിൻ്റെ കേട് തീർക്കാൻ വേണ്ടി കണ്ട് അയ്യപ്പ സംഗമം നടത്തിയത്. ആ അയ്യപ്പ സംഗമത്തിനാണ് ഭജന പാട്ട് പാടാത്തവർക്ക് 8 ലക്ഷം റുപ്യ അതിൻ്റെ പേരിലും ബില്ല് ചെയ്തെടുത്ത്. എവിടുക്കാൽക്ക് പോകണം, അണ്ണാക്ക് തൊടാത്ത കണ്ട് വിഴിഞ്ഞല്ലേ. ഈ ഗവൺമെൻറ് മാറണ്ടേ? ഈ ഗവൺമെൻറ് ഇനി കേരളം ഭരിച്ചാലുണ്ടാവുന്ന ഒരു സ്ഥിതി നമ്മളൊന്ന് ആലോചിക്കണം. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നിങ്ങൾക്കറിയോ നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ കഴിഞ്ഞ നിയമസഭയിൽ നിങ്ങളൊന്ന് എല്ലാവരും മനസ്സിലാക്കണം. പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ച് ഞങ്ങൾ ശബരിമല വിഷയത്തിൽ ഗവൺമെൻറ് നിലപാടിൽ പ്രതിഷ്ഠിച്ച് സഭ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ തുടങ്ങി 5 മന്ത്രിമാർ പ്രതിപക്ഷ നേതാവിനെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുക. കമ്മ്യൂണിസ്റ്റുകാരുടെ ശൈലിയാണല്ലോ വ്യക്തിഗത നടത്താന്നുള്ളത്. ഒരു കാര്യം മാർക്സിസ്റ്റുകാരോട് ഞാൻ പറയാം, നിങ്ങൾ എന്ത് പറഞ്ഞിടുകയല്ല, പാറ പോലെ ഐക്യ ജനാധിപത്യ മുന്നണിയും കേരളത്തിലെ ജനങ്ങളും പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ കൂടെ ഉണ്ടാവും. പറച്ചിലല്ലേ, പറച്ചിലൊന്നുമില്ലെന്നും ഞങ്ങളൊരു ഇഞ്ച് മോശമല്ല, ഒരു പെല്ലും ബ്രേക്കില്ലാത്ത വാപ്പാൻ്റെ മകനാണ് ഞാനൊക്കെ. ഓർമ്മ വെച്ചോടി, പറയാൻ തുടങ്ങിയാണ്ടല്ലോ കുറച്ച് നമുക്ക് നന്നായി പറയാനുണ്ടാവും. നിങ്ങളെങ്ങനെ പറയാം, ആരെ പറ്റി എന്തും പറയാം. കക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണം. ഇല്ല കള്ളത്തിനൊക്കെ വിളിച്ചറിയാൻ തന്നെയാണ് കേരളത്തിലെ ഈ 19 മന്ത്രിമാരെ നോക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവായി ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അപ്പം നിങ്ങളുടെ പോരായ്മകളൊക്കെ പറയും. നമുക്ക് കഴിഞ്ഞ 10 കൊല്ലം എന്തെങ്കിലും നടന്നു കേരളത്തിലെ എല്ലാ രംഗങ്ങളും, അതൊക്കെ വളരെ വിശദമായി തന്നെ പ്രതിപക്ഷ നേതാവ് പറയും. എല്ലാ കാര്യങ്ങളെപ്പറ്റി വ്യക്തമായ കാഴ്ചപ്പാടുള്ള, വ്യക്തമായ ഒരു ധാരണയുള്ള, കേരളത്തെ പുതിയ തലമുറയെ എങ്ങോട്ട് കൊണ്ടുപോകണം, ഈ നാടിനെ എങ്ങോട്ട് കൊണ്ടുപോകണമെന്നുള്ള എല്ലാ കാര്യത്തിലും ഒരു വിഷനുള്ള ഒരു നേതാവാണ് നമ്മുടെ ബഹുമാന്യായ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അവരുകളെന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. VDയെ പറ്റി നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹം 5 ടേമായി MLA, പ്രതിപക്ഷ നേതാവായി. 2006 VS അച്യുതാനന്ദൻ്റെ ഗവൺമെൻറ് കാലഘട്ടത്തിൽ ലോട്ടറി കുംഭകോണം സമൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് അന്ന് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് 2011 അധികാരത്തിലേക്ക് വരാനുള്ള വഴിയൊരുക്കിയതിൽ ഏറ്റവും വലിയൊരു പങ്ക് വഹിച്ച അന്ന് അദ്ദേഹത്തിൻ്റെ നിയമസഭയിലെ ശക്തമായ ഇടപെടലും ഭരണപക്ഷത്തെ പ്രതിരോധത്തിലാക്കിയ അദ്ദേഹത്തിൻ്റെ ധീരമായ നടപടികളുമാണ് 2011 ഐക്യ ജനാധിപത്യ മുന്നണി ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ അധികാരത്തിലേക്ക് വരാനുള്ള ഒരു വഴി തെളിയിച്ചത്. ആ പ്രതിപക്ഷ VD സതീശൻ അവരുകളാണ് ഇന്ന് കഴിഞ്ഞ 5 കൊല്ലമായി കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായി ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. അദ്ദേഹം ഏത് കാര്യത്തിലും കാഴ്ചപ്പാട് കോൺഗ്രസിലും അതുപോലെ തന്നെ മുസ്ലിം ലീഗിനും RSM ഘടകകക്ഷികൾക്കൊക്കെ സ്വീകാര്യമായത്. അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം നമുക്ക് നിലപാടുകളുടെ രാജകുമാരെന്ന് വെറുതെ പറയല്ല, ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയെയും ഒരുപോലെ എതിർക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ഇന്ന് കേരളത്തിലുണ്ടെങ്കിൽ അത് ബഹുമാനായ പ്രിയപ്പെട്ട VD ആണെന്ന് പറയാൻ എനിക്ക് അഭിമാനമുണ്ട് എന്നാണ് എനിക്ക് പറയുന്നത്. പലരും പല അടുത്ത് പോയിക്കാണ്ട് അമ്മായി ആയാലല്ലേ താളിച്ചില്ലല്ലോ, എല്ലാത്തിനും ഒരു നിലപാടെടുത്തല്ലോ. അങ്ങനെ നിലപാടെടുക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? അത് നമ്മുടെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അവർക്കാണെന്ന് നമുക്ക് അഭിമാനത്തോട് പറയാം. ഞാൻ കൂടുതലായി ഒന്നും അറിയില്ല. നട്ടുച്ചക്ക് വെള്ളിയാഴ്ച ഉച്ചക്ക് 2:30 മണിക്ക് തന്നെ ഐക്യ ജനാധിപത്യത്തിലൂടെയും അതുപോലെ തന്നെ കേരളത്തെ സ്നേഹിക്കുന്നവരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങളെയൊക്കെ ഐക്യ ജനാധിപത്യം വേണ്ടി നിങ്ങളുടെ നിയോജക മണ്ഡലത്തിലെ ജനപ്രതിനിധികൾക്ക് നിങ്ങളോട് എല്ലാവരോടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. ജയ്.